ഹായ് സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പഴയ കുപ്പായം മാറി പുതിയ കുപ്പായത്തിൽ കയറിയിട്ടുള്ള ഒരു സംഗണി അമ്മച്ചി വന്നിട്ടുണ്ട്. സിനിമ റിലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വാർത്ത നമ്മുടെ ഈ ചാനൽ ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ നടിയായിട്ടുള്ള ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഒരു ഒന്നാന്തര കൂതറ സാധനം അവർ പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവനയായിരുന്നു, ഞാൻ 18 വയസ്സ് വരെ ഇസ്ലാം മതത്തിലാണ് ജീവിച്ചത്. ഞാൻ ആ മുഷിഞ്ഞ വസ്ത്രം മാറി ഒരു പുതിയ വസ്ത്രത്തിലേക്ക് കയറിയ ഫീലാണ് മറ്റൊരു മതത്തിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പുതിയ വസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഒരു പുതിയ ഫീല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവര് ഈ രീതിയിൽ പ്രതികരിക്കും. ഇപ്പൊ താരസംഘടനയായിട്ടുള്ള അമ്മായിൽ വലിയ രീതിയിലുള്ള കലഹങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നീന കുറുപ്പ് എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ കൂടിയായിട്ടുള്ള ഒരു ആക്ട്രസിനെ കുറിച്ചിട്ട് ഈ പുതിയ വസ്ത്രം ധരിച്ചിട്ടുള്ള ഈ വേട്ടാവളിയത്തിൽ പറയുന്ന ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. എന്ന് കേട്ടതിന് ശേഷം മറ്റൊരു ബ്ലോഗർ ഇവരെ വിളിക്കുമ്പോൾ ഇവർ പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഈ 18 വർഷം ഒരു മതത്തിൽ ജനിച്ചു, പക്ഷേ ആ മതത്തിന്റെ ഒരു മൂല്യങ്ങളും അറിയാതെ ഏതോ ഒരു സംഖ്യയുടെ കൂടെ ഇറങ്ങി ഓടി അവസാനം ഈ ചാണകം തലയ്ക്കകത്തായി കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറവും പറയുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ചേച്ചി നീന കുറുപ്പിനെ കുറിച്ചിട്ട് പറയുന്നതൊന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ വിലയിരുത്തുക ഇവളുടെ സ്റ്റാൻഡേർഡും ഇവളുടെ ക്വാളിറ്റിയും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പക്ഷെ പല ആളുകളും കമന്റ് ഇടുന്നത് ഞാൻ കാണാറുണ്ട്. അതിനകത്ത് പലരും പറയുന്നത് ജനിച്ചു വന്ന മതത്തിന്റെ കുഴപ്പമാണെന്നൊക്കെയാണ് പറയുന്നത്. ജനിച്ചു വന്ന മതം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കാതെ പോയതിന്റെ കുഴപ്പമാണ് ഇവൾ ഈ കാണിക്കുന്നത്. പിന്നെ ഈ സംഖ്യപാളയത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ തലയ്ക്കകത്ത് തലച്ചോറ് എന്ന് പറയുന്ന ഒരു സാധനം മാറിയിട്ട് അവിടെ ചാണകമല്ലേ വരുന്നത്. അപ്പൊ പിന്നെ ഇതല്ലേ കാണിക്കത്തുള്ളൂ. എന്തായാലും നോക്കിക്കോളൂ. നീന കുറുപ്പേ മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങളെ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരുക്കി ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്? എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാവല്ലോ. ആ കൊച്ചിന് കോസ്റ്റ്യൂം ഇട്ട് നിന്നൊരു കൊച്ചിനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായിട്ട് സ്റ്റേജിൽ കയറാനോ, വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളടുത്ത് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്? നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്? നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോണ്ടല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ, മനസ്സിലായോ? വിഷമാണ് നിങ്ങൾ. നീന കുറുപ്പേ മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഇപ്പം വൈറലായി കഴിഞ്ഞു. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു സന്ദേശം അയക്കുമ്പോൾ അത് മാധ്യമങ്ങൾക്ക് അല്ലെ ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിന്റെ തൊറ്റില്ലേ? മോനെ, എന്റെ ശത്രുക്കള് ചെയ്താലും എന്റെ മിത്രങ്ങള് ചെയ്താലും എനിക്കതിൽ യാതൊരു കാര്യങ്ങളും ഇല്ല. എനിക്ക് പറയാനുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആദ്യം അവരോടല്ല ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടത്. 2-3 ദിവസങ്ങളിൽ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് അജിൻ എന്നോട് ചോദിക്കണ്ട, വേറെ ഏത് അംഗങ്ങളോട് ചോദിച്ചാലും അവര് പറഞ്ഞു തരും. ആൻഡ് അതിനുശേഷമല്ലേ അതല്ല ഇപ്പൊ നമ്മള് വീട്ടിൽ നടക്കുന്ന കാര്യം ആദ്യം നമ്മൾ വീട്ടിൽ ഷോട്ട് ചെയ്യാനോ? ചേച്ചിയെ പറ്റി ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം എന്ന് പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് ഞാൻ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. അതായത് 20 ലക്ഷം രൂപ ചേച്ചി തട്ടിയെടുത്തു. മോനെ, ഞാൻ ഇവിടെ 20 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട്. ചേച്ചിയുടെ ക്വാളിറ്റി കേട്ടല്ലോ അല്ലേ? നീന കുറുപ്പ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. സ്വന്തം കുടുംബം, അതായത് ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് നടക്കുന്നത് ഞാൻ അതിനകത്ത് തന്നെ ചർച്ച ചെയ്ത് തീർക്കാൻ നോക്കട്ടെ, അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു മാർഗം നോക്കാം എന്നാ പറഞ്ഞത്. അപ്പം ഈ താരസംഘടനയിൽ നടന്നിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഈ ചേച്ചി ഈ പുതിയ വസ്ത്രത്തിലേക്ക് കയറിയിട്ടുള്ള ഈ ചേച്ചിയുടെ ആ ഒരു മാന്യതയും ക്വാളിറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത്. എന്തായാലും ദൈവം തമ്പുരാൻ വലിയവനാ അല്ലേ? അവിടെയും മറ്റേ കമ്പ്യൂട്ടർ യുഗമാണല്ലോ. ഇപ്പൊ സ്വിച്ച് ഇട്ടാൽ ഉടനടിയാണ് കാര്യങ്ങൾ പുറത്തോട്ട് വന്നോണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ജനിച്ച മതത്തിന് പോലും ഗുണമില്ലാത്ത ആ സമുദായത്തെ തള്ളിപ്പറഞ്ഞ് ആ മാതാപിതാക്കളെയും കുടുംബവും സഹോദരങ്ങളെയൊക്കെ വേദനിപ്പിച്ച് ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഈ ഒരു സാധനം ഏത് രീതിയിലാണ് ഇനി ഈ ലോകത്ത് ജീവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ?
അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണണം. ബൈ.